മക്കളെ, അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത്, ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും പിന്നെ ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും, അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. ഇതെന്താണെന്ന് പറയാൻ പോവാ. നമ്മളിപ്പോൾ പഠിച്ച 3 ക്വാണ്ടിറ്റീസ് ഇല്ലേ, ഏതൊക്കെയാ? മാസ്, അതുപോലെ തന്നെ ടൈം സമയം, ലെങ്ത് ദൂരം. ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന അളവുകളൊന്നും മറ്റ് ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ക്വാണ്ടിറ്റീസ് അഥവാ മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അളവുകളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അഥവാ അടിസ്ഥാന അളവുകളിൽ ഉൾപ്പെടുത്തുന്നത്. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യൂണിറ്റുകളെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അഥവാ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്നുള്ളത് വേറെ യൂണിറ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് പറയേണ്ട ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ മാസ് ആണെങ്കിൽ കിലോഗ്രാം ആണ്. അവർ മറ്റ് യൂണിറ്റുകളുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അഥവാ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കി ഇന്റർനാഷണലി കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്, അന്താരാഷ്ട്രപരമായി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SI യൂണിറ്റുകൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, മലയാളത്തിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് പറയുന്നത്. അതിനടിസ്ഥാനമാക്കിയിട്ട് ഏകദേശം ഒരു 7ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7ഓളം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകളും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അന്താരാഷ്ട്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള അവരുടെ SI യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഈ SI യൂണിറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്റർനാഷണൽ അപ്രൂവ്ഡ് ആണ്, അക്സെപ്റ്റഡ് ആണ്, അന്താരാഷ്ട്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ്, ഏത് രാജ്യത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ്. പിന്നെ യൂണിഫൈഡ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകീകൃതമാണ്. ഇവർ മറ്റ് യൂണിറ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരല്ല, അവരുമായി ബന്ധപ്പെടുത്തി എക്സ്പ്രസ് ചെയ്യേണ്ട, പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഏത് ഭൗതിക അളവുകളും നമുക്ക് ഈ യൂണിറ്റുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് എന്നുള്ളൊരു സംഭവം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാറിന് പോവുകയാണ്. ആ കാറ് പോകുന്ന ദൂരം 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. കാറിന് പോകേണ്ട ഡിസ്റ്റൻസ്, ദൂരം 100 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക. കാറ് 10 സെക്കൻഡിനുള്ളിൽ 100 മീറ്റർ കവർ ചെയ്തെന്ന് വിചാരിക്കുക. 10 സെക്കൻഡിനുള്ളിലാണ് ഈ 100 മീറ്റർ കവർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഈ കാറിന്റെ സ്പീഡ് അഥവാ വേഗത കാണണം. സ്പീഡ് അഥവാ വേഗത കാണാൻ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ദൂരം ബൈ സമയമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം 100 ആണ്, 100 മീറ്റർ ആണ്. ടൈം നിങ്ങൾക്കറിയാം 10 സെക്കൻഡ് ആണ്, അല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 10 എന്ന് കിട്ടും. യൂണിറ്റ് എഴുതുമ്പോൾ മുകളിൽ മീറ്ററും താഴെ സെക്കൻഡ് ആയതുകൊണ്ട് നമ്മൾ പെർ, ഈ ഒരു ചരിഞ്ഞ വര വെച്ചാൽ സൂചിപ്പിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ പറയും. അപ്പം ഇവിടെ ഈ സ്പീഡ്, എൻ്റെ കാറിന്റെ സ്പീഡ് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചേ? സ്പീഡ് കണ്ടെത്തിയത് കാർ എത്ര ദൂരം പോയോ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ, ആ സഞ്ചരിച്ച ദൂരത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്പീഡ് കിട്ടിയത്. അപ്പം ഇവിടെ ഈ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു അളവ് ശരിക്കും ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്ത് ആണ്. ലെങ്ത് എന്തിൽ വരുന്നതാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്നതാ, അടിസ്ഥാന അളവിൽ വരുന്നതാ. ടൈം എന്ന് പറഞ്ഞാലും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, അടിസ്ഥാന അളവാണ്. അപ്പോൾ ഈ സ്പീഡ് ഈ 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, 2 അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ, അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പറയേണ്ടതോ അല്ലെങ്കിൽ അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതോ അവരുമായിട്ട് അവരെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അവരുടെ യൂണിറ്റുകൾ നമ്മൾ എന്ത് വിളിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും വിളിക്കും, വ്യുൽപ്പന്ന യൂണിറ്റ് എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അടിസ്ഥാന യൂണിറ്റുകളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്, അടിസ്ഥാന അളവുകൾ എന്താണെന്നാണ്. ആ അടിസ്ഥാന അളവുകളും അവരുടെ യൂണിറ്റുകളാണ്. ഡെഫിനിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ജസ്റ്റ് വായിക്കുക. There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. The units of fundamental quantities are the fundamental units. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? SI യൂണിറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് വിളിക്കും. ഇതുമായി ബന്ധപ്പെട്ട് 7
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവരുടെ അടിസ്ഥാന അളവ് അവരുടെ യൂണിറ്റുകളോട് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് നീളമാണ്. നീളത്തിന്റെ SI യൂണിറ്റ് ചെയ്തൊരു മീറ്റർ വരും, സിമ്പൽ M ആണ്. മാസിന്റെ ആണെങ്കിൽ കിലോഗ്രാം വരും, kg ആണ്. ടൈം ആണെങ്കിൽ സെക്കൻഡ് വരും, S ആണ്. പിന്നെ ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ ആണ്, A ആണ് അതിന്റെ സിമ്പല്. ടെമ്പറേച്ചർ താപനിലയാണെങ്കിൽ കെൽവിൻ ആണ്, K ആണ് അതിന്റെ സിമ്പല്. പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, സിമ്പൽ MOL എന്ന് പറയും നമ്മള്. പിന്നെ ലൂമിനിയസ് ഇന്റൻസിറ്റി പ്രകാശ തീവ്രത കാൻഡില ആണ്, CD ആണ് അതിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ അളവുകളെ നമ്മൾ ഏത് പേരിലാണ് വിളിച്ചത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് യൂണിറ്റ്സും, വിൽപ്പന യൂണിറ്റുകളും വിൽപ്പന അളവുകളും അല്ലെ. യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ ഡിപെൻഡന്റ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. കണ്ടോ, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതായ യൂണിറ്റ് ആണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഡെൻസിറ്റി, സാന്ദ്രത. സാന്ദ്രത പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വോളിയം എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോളിയം എന്താണെന്ന്, വ്യാപ്തം എന്താണെന്ന് അല്ലെ. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് അതിന്റെ വോളിയം, വ്യാപ്തം എന്ന് നമ്മൾ പറയുന്നത്. ദ സ്പേസ് ഓക്യുപൈഡ് ബൈ എ ബോഡി ഈസ് refers to as its volume അല്ലെ. വോളിയം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി എന്താണെന്ന് കിട്ടുള്ളൂ. ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പൊ ചാവുകടൽ അല്ലെ, ചാവുകടലില് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? പൊന്തി കിടക്കും അല്ലെ. അതിന് കാരണം അവിടെ ഉപ്പിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഡെൻസിറ്റി സിമ്പിൾ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാസിനെ വോളിയത്തോട് ഡിവൈഡ് ചെയ്താൽ, മാസിനെ വോളിയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം മീറ്റർ ക്യൂബ് ആണ് അല്ലെ. അപ്പോൾ യൂണിറ്റ് എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പൊ ഡെൻസിറ്റി, സാന്ദ്രത നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? മാസ്, വോളിയം ഈ രണ്ട് ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്താണ് ആര് നിൽക്കുന്നത്? ഡെൻസിറ്റി അഥവാ സാന്ദ്രത നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഡെൻസിറ്റി എന്തെങ്കിലും ഉൾപ്പെടുത്താൻ നമുക്ക് അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്, വിൽപ്പന യൂണിറ്റ് ആണെന്ന് പറയാം, വിൽപ്പന അളവാണെന്ന് പറയാം. അതിന്റെ യൂണിറ്റ് അപ്പം എന്തായിരിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ് ആയിരിക്കും, വിൽപ്പന യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് നോക്കുക ഏതൊക്കെയാണ് ലെങ്ത്തിന്റെ ഭാഗം, മാസിന്റെ ഭാഗം, ടൈമിന്റെ ഭാഗം. പിന്നെ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഫണ്ടമെന്റലും ഡിറൈവ്ഡും, അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും അവരുടെ യൂണിറ്റുകളും. അതിൽ SI യൂണിറ്റ് എന്തായാലും ചോദിക്കും. SI യൂണിറ്റ് എന്നുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. 7 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാൻ, സിമ്പിൾസ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്, സാന്ദ്രതയാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു വെക്കണം. കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ല അടിപൊളിയായിട്ട് എല്ലാ കുഞ്ഞുമക്കളും സെറ്റായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.